റാങ്ക് ഫയലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചതാണ് ബോർ ആറ്റം മോഡൽ. എന്താണ് ബോർ ആറ്റം മോഡലിൽ പഠിച്ചത്? ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സഞ്ചാരപാതയിലാണ് കാണുന്നത്. അതിനെ പറയുന്ന പേര് ഓർബിറ്റ് അഥവാ ഷെൽ എന്നാണ്. പിന്നെ നമ്മൾ ഷെല്ലുകൾ പഠിച്ചു. 4 ഷെല്ലുകളാണ് പഠിച്ചത്. ആദ്യത്തെ ഷെല്ല് കെ, രണ്ടാമത്തെ ഷെല്ല് എൽ, മൂന്നാമത്തെ ഷെല്ല് എം, നാലാമത്തെ ഷെല്ല് എൻ. കെ, എൽ, എം, എൻ ഇങ്ങനെ 4 ഷെല്ലുകളാണ് നമ്മൾ പഠിച്ചത്. ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ? ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചു. എന്താണ് ആ ഇക്വേഷൻ? 2n². n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണെന്നാണ്. അപ്പോൾ നമുക്കിനി ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകളാണ് കൊള്ളുക എന്ന് നോക്കാം. ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് അടങ്ങിയിരിക്കുന്നത് എന്നറിയാനുള്ള ഇക്വേഷനാണ് 2n². അപ്പോൾ കെ എന്ന് പറയുന്നത് ആദ്യത്തെ ഷെല്ലാണെന്നറിയാം. കെ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് മാക്സിമം കൊള്ളുക? 2n². എന്നിൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ ഷെല്ലാണ് കെ, അതുകൊണ്ട് 1. അപ്പോൾ 2 × 1² = 2. കെ എന്ന സബ് ഷെല്ലിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അടുത്ത ഷെല്ലാണ് എൽ. രണ്ടാമത്തെ ഷെല്ലാണ് എൽ. അതുകൊണ്ട് എല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 2². അതായത് 2 × 4 = 8. എൽ എന്ന ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. കെ 2, എൽ 8. മൂന്നാമത്തെ ഷെല്ലാണ് എം. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 × 3². 2 × 9 = 18. 18 ഇലക്ട്രോണുകളാണ് എം എന്ന ഷെല്ലിൽ ഉണ്ടാവുക. ഇനി അടുത്ത 4ാമത്തെ ഷെല്ലാണ് എൻ. അപ്പോൾ 2 × 4². 2 × 16 = 32. അപ്പോൾ എൻ എന്ന ഷെല്ലിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. കെയിൽ 2 ആണ്, എല്ലിൽ 8, എം 18, എൻ 32. ഇനി നമുക്ക് കുറച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ആദ്യത്തേത് ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് മാക്സിമം കൊള്ളുന്നത്. ബാക്കി വരുന്നത് 1 ഇലക്ട്രോൺ ആണ്. അത് രണ്ടാമത്തെ ഷെല്ലിലായിരിക്കും. അപ്പോൾ ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 1. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും രണ്ടാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണുമാണ്. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നോക്കാം. ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. രണ്ടാമത്തെ ഷെല്ലിൽ 8. മൊത്തം 10 ഇലക്ട്രോണുകൾ ആദ്യത്തേതും രണ്ടാമത്തെ ഷെല്ലിലുമായി പോയി. ബാക്കി വരുന്ന 1 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിലാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. അടുത്തത് ആർഗൺ. അറ്റോമിക് നമ്പർ 18 ആണ്. ആദ്യത്തെ 2 ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ലിലും പിന്നീട് വരുന്ന 8 ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിലും. ഇപ്പോൾ മൊത്തം 10 ഇലക്ട്രോൺ. ബാക്കി വരുന്ന 8 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിലും. അങ്ങനെ 2, 8, 8 എന്നായിരിക്കും ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. അറ്റോമിക് നമ്പർ 19 ആണ്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ബാക്കി 9 ഇലക്ട്രോൺ ആണ്. 9 ഇലക്ട്രോണും മൂന്നാമത്തെ ഷെല്ലിൽ കൊള്ളും. കാരണം 18 ആണ് മൂന്നാമത്തെ ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം. എന്നാൽ പൊട്ടാസ്യം അങ്ങനെയല്ല എഴുതുക. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8, 1 ആണ്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 8, നാലാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താ ആ കാരണം നമുക്ക് നോക്കാം. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഷെല്ലിലാണെന്നും ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്മൾ പഠിച്ചു. ഇനി സബ് ഷെല്ലുകൾ എന്താണെന്ന് നോക്കാം. ഓരോ ഷെല്ലിനും അതിൻ്റേതായ സബ് ഷെല്ലുകളുണ്ട്.
ആദ്യത്തെ ഷെല്ല് കെ ആണെന്ന് നമുക്കറിയാം. കെയിൽ ഉൾക്കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണെന്നും അറിയാം. അപ്പോൾ കെ എന്ന ഷെല്ലിൻ്റെ സബ് ഷെല്ലാണ് എസ്. കെ ആദ്യത്തേതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ സബ് ഷെല്ലിന് 1s എന്ന് പേര് നൽകാം. ഈ 1sൽ ഉൾക്കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം 2 തന്നെയാണ്. കെയിൽ 2 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ സബ് ഷെല്ലായ എസ്സിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഇനി അടുത്തത് എല്ലാണ്, രണ്ടാമത്തെ ഷെല്ല്. എൽ എന്ന ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കൊള്ളും. ഈ എൽ എന്ന ഷെല്ലിൽ 2 സബ് ഷെല്ലാണുള്ളത്, എസും പിയും. എൽ എന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകൾ 8 ആണ്. എല്ലിലെ സബ് ഷെല്ലുകൾ എസും പിയുമാണ്. എല്ല് രണ്ടാമത്തെ സബ് ഷെല്ലായതുകൊണ്ട് നമുക്കിതിന് 2s എന്നും 2p എന്നും പേര് നൽകാം. നേരത്തെ നമ്മൾ പറഞ്ഞു എസ് എന്ന സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് കൊള്ളുന്നത്. എല്ലിൽ മൊത്തം 8 ഇലക്ട്രോണുകളാണ്, എസ്സിൽ ഓൾറെഡി 2 ആയി. അപ്പോൾ പിയിൽ എത്ര ഇലക്ട്രോണുകളായിരിക്കും കൊള്ളുക? 6. 2 + 6 8. മൂന്നാമത്തെ ഷെല്ലാണ് എം. എമ്മിൽ മാക്സിമം ഇലക്ട്രോണുകൾ 18 ആണ്. എം എന്ന ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് എസ്, പി, ഡി. എം എന്ന ഷെല്ലിലെ സബ് ഷെല്ലുകൾ എസ്, പി, ഡി. എം മൂന്നാമത്തെ സബ് ഷെല്ലാണ്, അതുകൊണ്ട് തന്നെ 3s, 3p, 3d എന്നിങ്ങനെയാണ് എം എന്ന ഷെല്ലിൻ്റെ സബ് ഷെല്ലുകൾ. 3s, 3p, 3d. നമ്മൾ നേരത്തെ പറഞ്ഞു എസ്സിൽ 2 ഇലക്ട്രോണുകളാണ് കൊള്ളുക, പിയിൽ 6 ആണ്. എമ്മിൽ 18 ഇലക്ട്രോണുകൾ വേണം. ഇപ്പോൾ മൊത്തം എസ്സിലും പിയിലും കൂടെ 8 ആയി. അപ്പോൾ ഡിയിൽ എത്ര ഇലക്ട്രോണുകളാണ് ഇനി ഉണ്ടാവുക? 10 ഇലക്ട്രോണ്. എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, മൊത്തം 18. അങ്ങനെ എം എന്ന ഷെല്ലിൽ 18 ഇലക്ട്രോണുകളാണ്. നാലാമത്തെ ഷെല്ലാണ് എൻ. എന്നിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. എന്നിൻ്റെ സബ് ഷെല്ലുകളാണ് എസ്, പി, ഡി, എഫ്. അപ്പോൾ നാലാമത്തെ ഷെല്ലായതുകൊണ്ട് നമുക്ക് 4s, 4p, 4d, 4f എന്നിങ്ങനെ പേര് നൽകാം. എസ്സിൽ 2 ഇലക്ട്രോണുകളാണ് കൊള്ളുക, പിയിൽ 6, ഡിയിൽ 10. ഇപ്പം മൊത്തം എത്ര ഇലക്ട്രോണുകളായി? 18 ആയി. എന്നിന് ഇനി എത്ര ഇലക്ട്രോണുകൾ കൂടി വേണം? 14. അപ്പോൾ എഫ് എന്ന സബ് ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 14. ഇപ്പോൾ സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. ഇനി ഇതിൻ്റെയൊക്കെ ഇലക്ട്രോണുകൾ കൂടി നമ്മൾ എഴുതിയാൽ എങ്ങനെയായിരിക്കും? 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s2, 4p6 എന്നിങ്ങനെയായിരിക്കും. ഇനി നമുക്ക് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഓർഡർ നോക്കാം. ഓർഡർ എഴുതുന്നത് എപ്പോഴും എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് 1s ആണ്, അത് കഴിഞ്ഞ് 2s, പിന്നീട് 2p, അത് കഴിഞ്ഞ് 3s, പിന്നീട് 3p, പിന്നെ 4s. 3p കഴിഞ്ഞിട്ട് 4s ആണ് വരുന്നത്. അതിനുശേഷം മാത്രമേ 3d വരുള്ളൂ. അതിന് കാരണം എനർജി ലെവൽ 4sനായിരിക്കും കുറവ് 3dയെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ 4p കഴിഞ്ഞ് വരുന്നത് 5s ആണ്. അത് കഴിഞ്ഞതിന് ശേഷം 4d, 5p, 6s, 4f, 5d, 6p എന്നിങ്ങനെയാണ്. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയാലും നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും എനർജിയുടെ ഇൻക്രീസിങ് ലെവലിൽ തന്നെ എഴുതണം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 1s, 2s, 2p, 3s, 3p, 4s, 3d. എന്തുകൊണ്ടാണ് 3dക്ക് മുമ്പ് 4s വന്നത്? 4sനാണ് എനർജി കുറവ് 3dയെ കമ്പയർ ചെയ്യുമ്പോൾ. 4p, 5s, 4d. ഇപ്പോഴും അത് ഡിക്ക് മുമ്പ് എസ് വന്നു. ഇവിടെ കാരണം എന്താണ്? 5sനാണ് എനർജി കുറവുള്ളത്. 4d, 5p, 6x എന്നിങ്ങനെയാണ്. ഇനി കുറച്ച് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നോക്കാം. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ
1s1. അടുത്തത് സോഡിയം. അറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തത് 8, ബാക്കി വരുന്ന 1 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിലും. ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. എസ് ആണ് ആദ്യത്തെ സബ്ഷെല്ല്, 1s. എസ്സിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2, അപ്പോൾ 1s2. ഇനി അടുത്തത് രണ്ടാമത്തെ സബ്ഷെല്ലായ 2s ആണ്. 2sൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അടുത്തത് സെക്കൻഡ് സബ്ഷെല്ല് തന്നെ 2p. 2pയിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. ഇപ്പോൾ മൊത്തം 10 ഇലക്ട്രോണുകളായി. ഇനി അടുത്തത് 3s1. 1 ഇലക്ട്രോൺ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് 3s1. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1. അടുത്തത് ബെറീലിയം. അറ്റോമിക് നമ്പർ 4. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 2. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യത്തെ സബ്ഷെല്ല് 1s ആണെന്നറിയാം. എസ്സിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്, അപ്പോൾ 1s2. ഇനി ബാലൻസ് വരുന്നത് 2 ഇലക്ട്രോൺ മാത്രമാണ്. അത് സെക്കൻഡ് സബ്ഷെല്ലായിട്ടുള്ള 2sൽ കയറും, അപ്പോൾ 2s2. 1s2, 2s2. അടുത്തത് കാർബൺ. അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യത്തെ സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണ്, അപ്പോൾ 1s2. ബാലൻസ് 4 ഇലക്ട്രോൺ ആണ്. രണ്ടാമത്തെ സബ്ഷെല്ലായ 2sൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോൺ 2 ആണ്, ഇപ്പോൾ 2s2. ഇപ്പോൾ മൊത്തം 4 ഇലക്ട്രോണുകൾ അക്കോമഡേറ്റഡ് ആയി. ഇനി 2 ഇലക്ട്രോണുകളാണ്. അത് രണ്ടാമത്തെ സബ്ഷെല്ലായിട്ടുള്ള 2pയിൽ പോവും, 2p2. നോക്കാം. ആദ്യത്തെ ഷെല്ലിലെ ആയ 1sൽ എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? 2. രണ്ടാമത്തെ ഷെല്ലുകൾ ഏതൊക്കെയാണ്, സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? 2sഉം 2pയും. 2sലും 2pയിലും കൂടെ എത്ര ഇലക്ട്രോണാണ്? 4 ഇലക്ട്രോൺ. അപ്പോൾ ആദ്യത്തെ സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സബ്ഷെല്ലിലേക്ക് വന്നത് അല്ലേ? എന്തുകൊണ്ടാണ് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8, 1 ആയതെന്ന് അറിയണ്ടേ? സാധാരണഗതിയിലാണെങ്കിൽ 2, 8, 9 എന്നാണ് വരേണ്ടത്. പക്ഷേ ശരിക്കുമുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8, 1 ആണ്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8, 1 ആണ്. ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ആദ്യത്തെ സബ്ഷെല്ല് 2, 1s2. രണ്ടാമത്തേൽ 2s2, 2p6 10ആയി, 3s2 12, 3p6, 4s1. ആദ്യത്തെ 1sൽ 2 ഇലക്ട്രോണുകളാണ്. രണ്ടാമത്തെ ആയ 2s 2pയിൽ 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ സബ്ഷെല്ല് 3p, 3sൽ കൂടെ 8 ഇലക്ട്രോൺ. 4s നാലാമത്തെ സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8, 1 വന്നത്. നൈട്രജൻ. അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 5. ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p3. ഫ്ലൂറിൻ. അറ്റോമിക് നമ്പർ 9. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p5. അടുത്തത് അലൂമിനിയം. 13 ആണ് അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 3. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p1. അടുത്തത് ക്ലോറിൻ. അറ്റോമിക് നമ്പർ 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p5. എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ? അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക്